പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ നടപടി. കോളേജ് പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. അതേസമയം കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ABVP ആവശ്യപ്പെട്ടു. ചുട്ടിപ്പാറ SME കോളേജ് മുൻ പ്രിൻസിപ്പൽ N. അബ്ദുൽ സലാം, വൈസ് പ്രിൻസിപ്പൽ സജി ജോസഫ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ആരോഗ്യ സർവകലാശാല നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ആദ്യഘട്ട നടപടിയായി പ്രിൻസിപ്പലിനെ മറ്റൊരു കോളേജിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ പ്രിൻസിപ്പൽ ശ്രമിച്ചില്ല. പരാതി നൽകിയിട്ടും ഇടപെടലുണ്ടായില്ല. അധ്യാപകരിൽ നിന്നും അമ്മുവിന് മാനസിക പീഡനം നേരിടേണ്ടി വന്നു തുടങ്ങിയ കാര്യങ്ങൾ അമ്മുവിന്റെ കുടുംബം ആരോപിച്ചിരുന്നു. നിലവിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ കോളേജ് അധികൃതരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അമ്മുവിനെ കുറ്റവിചാരണ നടത്തിയ അധ്യാപകനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് സജീവ് പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ABVP തുടർ പ്രക്ഷോഭങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നതിനെ ABVP സർവാത്മന സ്വാഗതം ചെയ്തു. പക്ഷേ 17-ാം തീയതി ഈ കുട്ടികളുടെ മൊഴിയെടുക്കുന്ന സമയത്ത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ഈ 3 കുട്ടികളുടെ പേരിൽ ചുമത്തിയ അതേ സാഹചര്യത്തിൽ തന്നെ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പലായ സജീവയുടെ പേരിൽ കൂടി നടപടി സ്വീകരിക്കേണ്ടതായിരുന്നു. മാസ് കൗൺസിലിങ്ങിന് ഈ കുട്ടിയെ വിധേയമാക്കി എന്നുള്ളതും ഒരു അധ്യാപികയുടെ പോലും സാന്നിധ്യമില്ലാതെ ആഹാരം കഴിക്കാൻ പോലും ആ കുട്ടിയെ അനുവദിക്കാതെ ഏതാണ്ട് 4 മണിക്കൂറുകളോളം ആ കുട്ടിയെ നീണ്ട വിചാരണ നടത്തി എന്നും മൊഴികളിൽ വളരെ വ്യക്തമാണ്. എന്നിട്ടും ഈ സമയം വരെ ഏതാണ്ട് 1 മാസം പിന്നിടുന്ന സമയം, 1.5 മാസം പിന്നിടുന്ന സമയമാകുമ്പോഴും സജിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ അനാസ്ഥയാണ്, വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ABVP ആവശ്യപ്പെടുന്നത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ്. നവംബർ 15-നാണ് അമ്മു സജീവൻ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ജീവനൊടുക്കിയത്. ജനം, പത്തനംതിട്ട.